ഇതിനിപ്പോൾ ഒരു ചോദ്യം എന്താ അറിയോ, അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നത് ഫൈസൽ മുസ്ലിയാരാണോ അല്ല ശൈത്താൻ വന്നതാണോ എങ്ങനെ ഉറപ്പിക്കാതെ? കേട്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രത്തോളം വലിയ അന്ധവിശ്വാസമാണ്. ഇബ്നു തൈമിയ ജയിലിൽ കിടക്കുന്നു. ആ സമയത്ത് പുറത്തെവിടെയോ ഇബ്നു തൈമിയ പ്രത്യക്ഷപ്പെട്ടു. അതിനെ ഇബ്നു തൈമിയയോട് ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങി, ഇതെന്താണ്? അപ്പൊ ഇബ്നു തൈമിയ പറഞ്ഞു, ഞാൻ ഈജിപ്തിൽ മിസ്രിൽ ജയിലിൽ കിടക്കുകയാണ്, പുറത്ത് എന്റെ രൂപത്തിൽ വന്നത് അത് ജിന്നായിരിക്കും. ആലോചിച്ച് നോക്ക്. ആ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു ചോദ്യം, ഇവിടെ വന്ന് സംസാരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ യഥാർത്ഥ ഫൈസൽ മുസ്ലിയാർ തന്നെയാണ് എന്നതിന് എന്താ തെളിവുള്ളത്? ഇനി വാക്യങ്ങൾ എങ്ങനെയാണ് ആലോചിച്ചോളി. ഇത് ഒക്കെ ആലോചിക്കലൊക്കെ ഉണ്ട്. ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇബ്നു തൈമിയുടെ കിതാബിൽ ഉണ്ടോ? ഇല്ലേ. മജ്മു ഫതാവയിൽ പറഞ്ഞു, അൽ ഫുർഖാനിൽ പറഞ്ഞു, ഇഖ്തിദായിൽ പറഞ്ഞു. ഇതിനെ കുറിച്ച് എന്തു പറയാനുണ്ട്? അതിന് മറുപടി ഇല്ല. എത്ര ആരെല്ലാം പറഞ്ഞു? ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ സമാനമായ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും മറുപടിയില്ല. പിന്നെന്താ? അപ്പൊ ഈ പ്രസംഗിക്കുന്നത് ഫൈസൽ മുസ്ലിയാരാണോ അല്ല ജിന്ന് രൂപം മാറി വന്നതാണോ? എന്താ ഉറപ്പ്? നല്ല ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുള്ളത്. ജിന്ന് വന്നിട്ടാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുക. തൗഹീദ് പറയില്ല. നിങ്ങൾ വിചാരിച്ചമായ എല്ലാ സ്ഥലത്തും എപ്പോഴും ഇങ്ങനെ കോലം മാറി വരുന്നതല്ല ജിന്ന്. ഒരു വിചാരിച്ചപ്പോൾ അതാണ് കാണുന്നൊക്കെ ജിന്ന്, പിന്നൊക്കെ ജിന്ന്, ഓൽക്കിപ്പോൾ ആകെ ജിന്നേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഏത് നേരം ജിന്ന് 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 പറഞ്ഞ് ഇപ്പം ഇങ്ങനെ പ്രസംഗിക്കുന്നത് ജിന്നാവോ ആ വണ്ടിമ പോണ ജിന്നാവോ എന്ന് ഓൽക്ക് തോന്നുക. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സഹോദരന്മാരെ, ഇബ്നു തൈമിയുടെ കോലത്തിൽ വന്ന് എവിടെ? ഇബ്നു തൈമിനെ ഇസ്തിഗാസ ചെയ്ത മനുഷ്യന്മാരെ മുമ്പ് ഇബ്നു തൈമിയെ ജയിലിൽ കിടക്കുമ്പോൾ ഇബ്നു തൈമിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുക. ഇബ്നു തൈമിയ തന്നെ സ്വന്തം കിതാബ് എഴുതിച്ച അനുഭവ. സ്വന്തം കിതാബിൽ ഇബ്നു തൈമിയ പറയാ, കമാ ജറാ മിസ്ലു ഹാദാ ലീ, എനിക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനെ അനുഭവം. ഈജിപ്തിൽ ജയിലിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ച് ഇസ്തിഗാസയുടെ മനുഷ്യന്മാരുടെ മുമ്പിൽ ചെന്നു, ഞാൻ ഇബ്നു തൈമിയാണെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെ വല്ല സപ്പോർട്ടും കൊടുത്തിട്ട് ഓൻ ആ ശിർക്കിൽ നിലനിർത്താൻ പറ്റുമെന്ന ശൈത്താൻ നോക്കുക. അത് എല്ലാ ശൈത്താനും എല്ലാ രൂപവും സ്വീകരിക്കാൻ കഴിയൂല. ഈ രൂപം സ്വീകരിക്കാൻ കഴിയുന്നവന് തന്നെ എപ്പോഴും കഴിയില്ല. അതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ്. അതൊക്കെ പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഫുർഖാൻ ബൈന ഔലിയാ റഹ്മാനിൽ എത്രയാണ് പറഞ്ഞത്? അൻ-നുബുവ്വാത്തിൽ എത്രയാണ് പറഞ്ഞത്? അഹ്കാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന കിതാബിൽ എത്രയാണ് ചർച്ചകൾ കാണുന്നത്? ഉമർ സുലൈമാൻ അസ്ഖറിന്റെ ആലമുൽ ജിന്നി വശയാത്തിൽ വായിച്ചു നോക്കി, അപ്പൊ കാണാം. സഹോദരങ്ങളെ, അപ്പൊ അതൊന്നുമല്ല വിഷയം. എല്ലാ സ്ഥലത്തും എപ്പോഴും ഇങ്ങനെ കോലം മാറി വരുന്നില്ല. അത് പിശാചിന് പക്ഷെ ഒരുപാട് കാലം പണിയെടുത്ത് ഒരുപാട് അധ്വാനിച്ചിട്ടൊക്കെയാണ് വരിക. മാത്രമല്ല യുവതർക്കിയ ബുക്കിലുണ്ടല്ലോ പിശാച് കോലം മാറി വരുന്നത്. നമ്മളിവിടെ എത്ര വർഷം വായിച്ചതാണ്? പിശാച് കോലം മാറി വരുമെന്ന് യുവതർക്കിയ ബുക്കിലുണ്ട്. നജിദിലെ ശൈഖിന്റെ കോലത്തിൽ അവിടെ വന്നതും യോഗത്തിൽ പങ്കെടുത്തതും അഭിപ്രായം പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായത്തെ ഗണ്ണിച്ചതും എന്നിട്ട് ഇബ്ലീസ് വന്ന അഭിപ്രായം പാസ്സാക്കിയതും ഡോക്ടർ ഹുസൈൻ മടവൂര് പരിശോധിച്ച് യുവത പുറത്തിറക്കിയ ബുക്കിലല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ ഇതേ ചോദ്യം ചോദിച്ചൂടെ? ഇനി വേണ്ട, നേരത്തെ പറഞ്ഞല്ലോ മലക്ക് ബദലിലിറങ്ങി യുദ്ധം ചെയ്തു എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ചു, ഹദീസ് സ്ഥിരപ്പെട്ടു. ഇതേ ചോദ്യം അലിമതിക്ക് അവിടെ ചോദിച്ചൂടെ? അപ്പൊ ഈ പ്രസംഗിക്കുന്ന മലക്കായിക്കൂടെ എന്താ ചോദിക്കാത്തത്? അതേ ഞാൻ അവിടെ പറഞ്ഞൂടെ? അല്ലാഹു തആല വെച്ച ചില വ്യവസ്ഥകളൊക്കെ ഈ ഭൂമിയിലുണ്ട്. ആ വ്യവസ്ഥകൾക്കുള്ളിലേ ഇതൊക്കെ നടക്കുന്നുള്ളൂ. അല്ലാതെ തോന്നാൻ എല്ലാ സ്ഥലത്തും എപ്പോഴും എവിടെ ഇങ്ങനെ ജിന്ന് കോലം മാറി വരും എന്നല്ല. നിങ്ങളെ കണക്കിനോ ജിന്ന് രൂപം മാറൂല എന്നാണല്ലോ. ജിന്ന് രൂപം മാറൂല, മറ്റു രൂപങ്ങൾ സ്വീകരിക്കൂല എന്നല്ലേ നിങ്ങൾ ആശയമായി സ്വീകരിക്കുന്നത് സഹോദരങ്ങൾ? അപ്പൊ ഏതായിരുന്നാലും ശിർക്കിന് ഫലമുണ്ട് എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്ന നിലപാടാണ്, മുജാഹിദ് പ്രസ്ഥാനം എഴുതി പഠിപ്പിച്ച ആശയമാണ്. പരപ്പങ്ങാടി സംവാദ വ്യവസ്ഥയിൽ MCC എഴുതി ഫലമുണ്ട് എന്നുള്ളത്. അതേപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ധാരാളമായി എഴുതി. എത്രയാണ് കഴിഞ്ഞ ഘട്ടനങ്ങളിൽ നമ്മൾ വായിച്ചത്? ഇതൊക്കെ വായിച്ചപ്പോൾ അവസാനത്തിനൊന്നും പറയാനില്ല. ഉസ്മാൻ സാഹിബ് എഴുതിയതിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ അതിന് അലിമതിനെ കണ്ടെത്തിയ ഒരു മറുമരുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ലേഖനം എഴുതുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ നിഗമനാണത്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സംഘടനയുടെ അധോഗതി, ഒരു നേതാവ്, ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ എഴുതിയതിലൂടെ തങ്ങളുടെ ആദർശം സ്ഥാപിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇവരുടെ അധോഗതി എത്രയാണ്? അപ്പൊ കണ്ടങ്ങള് ഇതെന്താ, ഇതിനൊക്കെയുള്ള മറുപടി എന്താ? ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ നിഗമനമാണ്. ആ നിഗമനമാണോ ഇപ്പൊ നിങ്ങളുടെ ആശയം? ഞങ്ങളുടെ ആശയം ഖുർആനാണ്, ഹദീസാണ്, അഹ്ലുസുന്നയുടെ നയമാണ്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയതും അത് തന്നെയാണ്, നിഗമനമല്ല. നിഗമനം എഴുതി ഒറ്റ സ്ഥലത്ത് ഇവിടെ സബോധ മനസ്സും ഉപബോധ മനസ്സും എന്ന ലേഖനമുണ്ട്. അവിടെയാണ് അദ്ദേഹം നിഗമനം പറഞ്ഞത്. അല്ല, ഈ ബുക്ക് മൊത്തം എന്റെ നിഗമനമാണെന്നല്ല. ഇബ്നു തൈമിയ പറഞ്ഞ ഈ ഉദ്ധരണി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എടുത്തു കൊടുത്തതിന് ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞ ഇത് അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ അൽ ഫുർഖാനിൽ നിന്ന് ഇബ്നു തൈമിയയുടെ ഉദ്ധരണി ഡോക്ടർ ഉസ്മാൻ സാഹിബ് കൊടുക്കുന്നുണ്ട്. സമാനമായ അനുഭവങ്ങൾ ധാരാളമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിഗമനമല്ല. ആയത്തും ഹദീസും വെച്ചു, പണ്ഡിതന്മാരുടെ ഉദ്ധരണി വെച്ചു, സ്വന്തം അനുഭവങ്ങൾ വെച്ചു, എന്നിട്ടാണ് ഉസ്മാൻ സാഹിബ് സ്ഥാപിച്ചത്. അല്ലാതെ അൺകോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സും സബോധ മനസ്സും അത് ചർച്ച ചെയ്തപ്പോഴാണ് ഒരു നിഗമനം എന്നൊരു പ്രയോഗം വന്നത്. അതാണ് ഇപ്പൊ മൂപ്പുകാക്കിടോ കണ്ടോ, ഇത് ഉസ്മാൻ സാഹിബ് നിഗമനമാണ്. മൻസൂർ ജമ്മാട് പറഞ്ഞല്ലോ ഇത് പിന്നെ സൽസബീലല്ലേ എഴുതിയത്, അൽമനാറിലല്ലോ എന്നാ. അതിനകത്ത് മാലി സലഫി വിശദീകരിച്ചു. ഇവിടെ അപ്പൊ പറച്ചിലായിട്ടൊന്നും അൽമനാറിൽ വന്നാൽ സ്വീകരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ലേഖനങ്ങളെ കുറിച്ചാണ് ഉമർ മൗലവി പറഞ്ഞത്. ഇത് നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ്. നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് എന്നാണ് ഉമർ മൗലവി ഇതിനെ കുറിച്ച് എഴുതിയത്. KNM വൈസ് പ്രസിഡന്റായിരുന്ന NV അബ്ദുസ്സലാം മൗലവി റഹിമഹുല്ല 1971 ഓഗസ്റ്റിൽ എഴുതിയെന്താ, ഉസ്മാൻ സാഹിബ് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു, ഒരാളെയും പേടിക്കാതെ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് വലിയ ഗുണം കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്തത് വല്ലാത്തൊരു നേട്ടം തന്നെയാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് NV അബ്ദുസ്സലാം മൗലവി എഴുതിയത്. സൽസബീലി ലേഖനം മാത്രമല്ല, അത് സൽസബീലിന്റെ സ്പെഷ്യൽ പതിപ്പാക്കി ഇറക്കുകയും 1992 ഡിസംബറിലെ പാലക്കാട് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ അത് വ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇപ്പം അവസാനം കണ്ടെത്തി അത് നിഗമനമാണ്. അപ്പൊ നിഗമനമാണോ സ്പെഷ്യൽ പതിപ്പായത്? നിഗമനത്തെയാണോ NV അബ്ദുസ്സലാം മൗലവി ഇത്രയേറെ പ്രശംസിച്ചത്? നിഗമനത്തെയാണോ ഉമർ മൗലവി ഗവേഷണ പ്രബന്ധം എഴുതിയത്? ഇതെന്തായോ, വേറൊന്നും പറയാൻ കഴിയില്ല, വേറൊന്നും പറയാൻ കഴിയില്ല. ഇനി മാത്രമല്ല നിഗമനം സമ്മതിക്കാം. എന്നെന്താ, ഒരു ശിർക്കായ കാര്യം നിഗമിച്ച പറഞ്ഞ ആളാണോ ഡോക്ടർ ഉസ്മാൻ സാഹിബ്? അങ്ങനെ ഉണ്ടാവോ? എന്റെയും മാലിക് സലഫിന്റെയും അലിമദിന്റെയും ഒക്കെ ആ നിലവാരം അതിനപ്പുറം ഉസ്മാൻ സാഹിബിനുണ്ടല്ലോ. ഒരു ശിർക്കായ കാര്യം മൂപ്പർ നിഗമിച്ച് പറയാം. എന്നിട്ട് അത് സൽസബീൽ ലേഖനമായി വരിക, അത് ഉമർ മൗലവി പ്രശംസിക്കുക, അത് NV അബ്ദുസ്സലാം മൗലവി പ്രശംസിക്കുക, അത് സ്പെഷ്യൽ പതിപ്പാക്കുക, അത് മുജാഹിദ് സമ്മേളനത്തിൽ വിതരണം ചെയ്യുക. എന്നിട്ട് 50 കൊല്ലം ഇവിടെ നിലക്കുക. 1970 അത്. എന്നിട്ട് ഇപ്പം പറയാ അത് നിഗമനാണ്. അപ്പൊ ശിർക്കായ സംഗതിയാണോ ഉസ്മാൻ സാഹിബ് നിഗമനം നടത്തിയത്? എന്താണ് അലി മദനി പറയുന്നതും വേണ്ടേ ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നിഗമനമല്ല, ഇത് അഹ്ലുസുന്നയുടെ നയമാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്, ഇത് ഹദീസ് പഠിപ്പിച്ച ആശയമാണ്, ഇത് അഹ്ലുസുന്നയുടെ നയമാണ്, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കാലമത്രയും സ്വീകരിച്ചു പോകുന്ന അഭിപ്രായമാണ്. അത് തള്ളുക വഴി നിങ്ങൾക്ക് ഖുർആനിന്റെ പാരമ്പര്യമില്ല, ഹദീസിന്റെ പാരമ്പര്യമില്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമില്ല. അതേ പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല.